ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവനെന്താ ഇവിടെ കാര്യമുണ്ടല്ലേ? താഴെ നമുക്ക് കൊടുക്കാം. അതെ, അത് ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള സിട്രോൺ എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് KL11 കോഴിക്കോട് വണ്ടിയാണ് അല്ലേ? കോഴിക്കോട് വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ? 3500 കിലോമീറ്റർ മാത്രമേ ഓടിക്കുള്ളൂ. 360 ക്യാമറയും അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വെഹിക്കിളാണ്. എല്ലാം ഏറ്റവും ടോപ്പ് ഓപ്ഷനാണ്. ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല, ക്ലെയിമോ യാതൊരു ക്ലെയിമും ഇല്ലാത്ത വണ്ടി ഒന്നുമില്ല. സിംഗിൾ ഓണറിൽ പ്രോപ്പർ മെയിൻറ്റൈൻഡ് ആയ ഒരു വാഹനമാണ്. ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എല്ലാവർക്കും നമസ്കാരം. ഷമീസ് കാസിന്റെ ഈ മാസത്തെ 2ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഷമീർ സ്വാഗതം. മിൻഹാജ് സ്വാഗതം. ഷമീർഖാന്റെ മോനാണ് കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പൊ ഇന്ന് മിൻഹാജാണ് ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം അല്ലേ? അപ്പോൾ ഷമീസ് കാസ് നമ്മൾ കഴിഞ്ഞ പ്രീമിയം ഷോറൂം നടക്കാൻ വെച്ചിട്ട് വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഈ ഷോറൂമിന്റെ പേര് നമ്മൾ മാറ്റാന്നുള്ളൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, നമ്മള് ഷമീർ കാർസിന് ഒരു ടൈലൻഡ് കൊടുക്കാന്ന് പറഞ്ഞത് ലൈറ്റ് എന്നുള്ളത്. അപ്പൊ ഞങ്ങളത് വിചാരിച്ച കാര്യങ്ങളായിട്ട് നീങ്ങുമ്പോഴും നമ്മളെ വീഡിയോയില് കമന്റ് കണ്ടു. ഒരാള് കമന്റ് ചെയ്തിട്ടുണ്ട്. ആളെ പേര് റിയാസ് എന്നാണ്. റിയാസ് KT. അതെ, പക്ഷെ ആള് ചെയ്ത കമന്റ് ഒരു ജിനുവനായിട്ട് നമുക്ക് തോന്നി. കാരണം പുള്ളിയുടെ ഒരു ഫീലിംഗ് ആണ് പറഞ്ഞത്. കാരണം നമ്മൾ ലൈറ്റിൽ നിന്ന് കൊടുക്കുമ്പോൾ ഈ സാധാരണ കാർ വാങ്ങിക്കാൻ വരുന്ന പോലെ ഒരു ചെറുതായി പോയോ എന്നുള്ള തോന്നാൻ അവർക്ക് തോന്നാൻ ഒരിക്കലും പാടില്ല. കാരണം ഏതൊരു ബഡ്ജറ്റിൽ ഒരാൾ കാർ എടുക്കുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഡ്രീം ആയിരിക്കും അവരെടുക്കുന്ന കാർ, ഇത് ചെറുതായാലും വലുതായാലും. അപ്പോൾ അവർക്ക് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഡെലിവറി കൊടുക്കുന്ന രീതിയിൽ അവർക്കൊരു കാർ നമ്മൾ കൊടുക്കുന്നത് കളറായി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഈ ഷോറൂമിനെ ഇതിനു വേണ്ടി മാത്രമാക്കി മാറ്റുന്നത്. അത് ഒരുപാട് കാലത്ത് ആഗ്രഹം. കാരണം നമ്മൾ വീഡിയോ ഇറങ്ങിയ കാലം തൊട്ട് ആളുകൾ പറയുന്നുണ്ട് നിങ്ങൾ പണക്കാർക്കുള്ള സമ്പന്നർക്കുള്ള കാർ മാത്രമേ ഉള്ളൂ, നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഇല്ല എന്നല്ലേ. നമ്മൾ അന്നേ ഉള്ളിലുണ്ടായിരുന്നു. നമ്മുടെ സൗകര്യ പ്രശ്നങ്ങളും നമ്മൾ ലിമിറ്റേഷൻ കാരണം നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ നമുക്ക് ഷോറൂം ഒന്നുകൂടായി. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാതരം കസ്റ്റമേഴ്സിനെയും നമുക്ക് ഒരുപാട് സാറ്റിസ്ഫൈഡ് ആക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു സെഗ്മെന്റ് വൈസ് മാത്രം ആക്കിയിരിക്കുന്നത്. സെഗ്മെന്റ് വൈസ് ആക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് പേരെന്തായാലും സജസ്റ്റ് ചെയ്യാം. ഞാൻ ജിതിന്റെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പേര് ഫൈനലൈസ് ചെയ്തതിന് മുമ്പ് കമന്റ് വളരെ ജിനിയൻ ആയിട്ടുള്ള കമന്റ് ആണ്. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് എല്ലാതരം കസ്റ്റമേഴ്സിനെ നമ്മൾ സാറ്റിസ്ഫൈ ആക്കണം. അവർ പറഞ്ഞതൊരു ജിനിയൻ ആയിട്ടുള്ള കേസാണ്. കാരണം ഒരു കാർ എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബഡ്ജറ്റ് ചെറുതാണെങ്കിലും അവൻ്റെ ഏറ്റവും വലിയ ഡ്രീം ആയിരിക്കും ഒരു കാർ എടുക്കുന്നത്. അത് നമ്മൾ വലുതായിട്ട് കാണുന്നുണ്ട്. അപ്പം അവർക്കൊരു സങ്കടം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ലൈറ്റ് എന്നുള്ള പേര് കാണുമ്പോൾ അങ്ങനെ ഒരു സങ്കോചം ഉണ്ടാകുന്നതിൽ അത് തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കണം. അതിന് ഞാൻ പറയുന്നത് നമ്മളെ വ്യൂവേഴ്സായ നമ്മളെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ നല്ലൊരു സജഷൻസ് നമുക്ക് തരും. എന്ത് പേര് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേ ഉള്ളൂ ഉണ്ടാവും. അതിന്റെ ടൈലന്റാണ് ഞാൻ പറഞ്ഞത്. ഷമീർ കാസ് ലൈറ്റ് നമ്മൾ പറഞ്ഞത് ഷമീർ കാസ് കോമ്പാക്ട് ഡ്രൈവെന്നോ അല്ലെങ്കിൽ ബഡ്ജറ്റെന്നോ എല്ലാവരും ഒരു സജഷൻ പറയുകയാണെങ്കിൽ അതിൽ നമുക്ക് കൂടി ഇഷ്ടാവുന്ന കാര്യം ഒരു പേര് നമുക്ക് എടുത്തിട്ട് ഫൈനലൈസ് ചെയ്യാം. അത് ഫൈനൽ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു എല്ലാവർക്കും ഒരു സന്തോഷമാവില്ല. തീർച്ചയായും സന്തോഷം, വളരെ സന്തോഷം. ഇതിന് നിർദ്ദേശിച്ച കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. നമുക്കൊരു നല്ല പേര് നിർദ്ദേശിക്കുന്ന ആളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നല്ലൊരു ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാം. നമുക്ക് എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് കൊടുക്കുകയും ചെയ്യാം. വളരെ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളെ ഗിഫ്റ്റ് വാങ്ങാനായിട്ട് ഇങ്ങോട്ട് വരണ്ട, അയച്ചു തരും. അതെ, അത് ഗിഫ്റ്റ് ദൂരത്തുള്ള ആളാണെങ്കിൽ ഗിഫ്റ്റ് അയച്ചും കൊടുക്കാം. നമുക്ക് എന്തായാലും കൊടുക്കേണ്ടതാണല്ലോ. അത് വരാൻ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതാണ് കാര്യങ്ങൾ. എന്തായാലും ചെറിയ സെഗ്മെന്റ് ആണ്. 10 ലക്ഷത്തിൽ താഴെയുള്ള വണ്ടികളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഈ ഷോറൂം തുടങ്ങിയതിന് ശേഷം നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. ഇവിടെ മാത്രം നമ്മളിപ്പോ ഈ ഷോറൂമിൽ അത് യാർഡിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിലും വലിയ വണ്ടികൾ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച്. പക്ഷെ ഇതിൽ നമ്മൾ ഒരു 10 ലക്ഷത്തിന് മുകളിലുള്ള വണ്ടികൾ ഈ വീഡിയോയിൽ എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണിക്കില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ നമ്മളെ തിരുവനന്തപുരമുള്ള ഷോറൂമിൽ നമ്മളെല്ലാ സെഗ്മെന്റ് വണ്ടികളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നമ്മൾ ഫിസിക്കലി സ്റ്റോക്ക് നമ്മളിവിടെ 10 ലക്ഷത്തിന് ചോട വെക്കുന്നതെങ്കിലും എനി ടൈപ്പ് കാറുകൾ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നമുക്ക് അവൈലബിൾ ആണ്. കാരണം സ്റ്റോക്ക് ഫിസിക്കലി നടക്കാവും ഇവിടെയും വെച്ചിരിക്കും. പക്ഷേ എല്ലാ സ്റ്റോക്കും ഒരേപോലെ എല്ലാ ഷോറൂമുകളിലും ഉണ്ടാവും. നമുക്കത് ലൈവായിട്ട് കാണുന്നത് എല്ലാ ഒരു പ്രയാസവും ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ എത്തിക്കാനും എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇൻവെന്ററി മാത്രം നമ്മളിവിടെ ഉണ്ടാവുന്നുള്ളൂ. അതേപോലെ തന്നെ മകനാണ് മിൻഹാജ്. അവന് വീഡിയോ ഡീറ്റെയിൽസ് എല്ലാം മിൻഹാജ് പറഞ്ഞുതരും. മിൻഹാജാണ് ഈ ഷോറൂം കൂടുതലായിട്ട് നോക്കാനുണ്ടാവുക. ഫർദർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഓക്കെ. അപ്പോൾ ഈ ഷോറൂമിൽ ലൊക്കേഷൻ ഒക്കെ കൂടി പറഞ്ഞാൽ മാങ്കാവ് തിരുവണ്ണൂർ ഭാരത് പമ്പിന്റെ തൊട്ടടുത്തായിട്ടാണ് ലൊക്കേഷൻ വരുന്നത്. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് പ്രീമിയം വണ്ടികൾ, അതായത് 10 ലക്ഷത്തിന് മേലുള്ള വണ്ടി വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാട്ടോ. ഈ നമ്പറിൽ അതേ സെയിം നമ്പറിൽ വിളിക്കാം. ഓക്കെ. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകാം അല്ലേ? നമുക്ക് ആദ്യം ഒരു വെറൈറ്റി തുടങ്ങാം. സിട്രോൺ ആണ്. സിട്രോൺ C3. സിട്രോൺ എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് KL11 കോഴിക്കോട് വണ്ടിയാണ് അല്ലേ? കോഴിക്കോട് വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ? ഇത് സിട്രോണിന്റെ C3 ഫീൽ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്.
1.2 ലിറ്റർ എഞ്ചിന് നിൽക്കുന്ന ഒരു സ്റ്റോക്ക് കണ്ടീഷനിലാണ് വണ്ടി ഉള്ളത്. പക്ഷേ എങ്കിൽ തന്നെ എല്ലാ ഫീച്ചേഴ്സും വണ്ടിയിൽ വരുന്നുണ്ട്. ഫോഗ് ആണെങ്കിലും ഇൻഫോർടൈൻമെന്റ് ആണെങ്കിലും റിവേഴ്സ് ക്യാമറ ആണെങ്കിലും ഒക്കെ അതിൽ കമ്പനി ഇൻബിൽറ്റ് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം വരുന്നുണ്ട്. K11 കോഴിക്കോട് മിഡിൽ ഓപ്ഷൻ ആണോ വരുന്നത്? മിഡിൽ ഓപ്ഷനാണ് വരുന്നത്. മിഡിൽ ഓപ്ഷൻ ആണ്. പക്ഷേ ഇതിൽ തന്നെ എല്ലാം വരുന്നുണ്ട്. അലോയ്സ് ഉണ്ടാവില്ല അല്ലേ? അലോയ്സ് വരുന്നുണ്ട്. അല്ല പുഷ് ബട്ടൺ ഉണ്ടാവില്ല. ഓക്കെ, ബാക്കി എല്ലാ ഫീച്ചേഴ്സും വെറും 25,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 25,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ, 2022 മോഡലാണ്. ഒരു ക്ലെയിം ഇല്ലല്ലോ? ക്ലെയിം ആക്സിഡന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി പ്രോപ്പർ ആണ്. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഫുൾ ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഓക്കെ, സിട്രോണിന്റെ ഈ ഭാഗത്തല്ല ഷോറൂം ഉള്ളത്, വെസ്റ്റിൽ ഭാഗത്താണ്. വെസ്റ്റിൽ ഭാഗത്ത് ഷോറൂം ഉണ്ട്. കോഴിക്കോട് വെസ്റ്റിൽ ഭാഗത്ത് സിട്രോണിന്റെ ഷോറൂം ഉണ്ട്. അവിടുന്ന് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഓക്കെ, ഇതിന് പൊതുവെ എങ്ങനെ മൈലേജ്? മാനുവലാണ്. പെട്രോൾ മാനുവൽ വരുന്ന വണ്ടിയാണ്. ഏകദേശം ഒരു 16 കിലോമീറ്റർ മൈലേജ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ലോങ്ങിലാണ്. ടൗണിൽ നിന്നൊക്കെ കളിക്കുകയാണ് 12-13 13 റേഞ്ച് മൈലേജ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ എത്ര കൊടുക്കാം നമുക്ക് ഫൈനലായിട്ട് ഒരു 4,75,000 രൂപ കൊടുക്കാൻ പറ്റും. 4.25 ലക്ഷത്തിന് ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന ഒരു എന്താ പറയുക, ഒരു പക്ക ഹാച്ച് ബാക്ക് എന്ന് പറയുന്നത് ഒരു ക്രോസ് ഓവർ സെഗ്മെന്റ് പോലെയാണ്. അത്രയും സൈസ് ഉണ്ട് വണ്ടി. അപ്പോൾ 4.25 ലക്ഷത്തിന് ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 4 ലക്ഷം അതിന്റെ മേലോട്ട് ലോൺ, 4.5 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. 4.5 വരെ കിട്ടും. 4.5 വരെ ലോണും കിട്ടും. ചെറിയ ഡൗൺ പേയ്മെന്റ് വെറും 25,000 രൂപ വേണ്ടാൽ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകും. അപ്പോൾ ഫസ്റ്റ് വണ്ടി തന്നെ 5 ലക്ഷത്തിന് താഴെയുള്ള വണ്ടി. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് Volkswagen Tiguan. അടുത്ത വാഹനം കോമ്പാക്ട് SUV KL 3 ഇവിടെ 2 അല്ല, KL02 കൊല്ലം. കൊല്ലം രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതേതാ? 2022 മോഡൽ ടോപ്പ് ലൈൻ മാനുവലാണ്. 1 ലിറ്റർ ടോപ്പ് ലൈൻ. എല്ലാ ഫീച്ചേഴ്സും വരും. ഇതിൽ 1 ലിറ്ററിൽ ഫുൾ ഓപ്ഷൻ ആണ്. സീറ്റ് വെന്റിലേഷൻ അടക്കമുള്ള സൺറൂഫ് അടക്കം വരുന്ന എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. ഓക്കെ, GT-ലേക്ക് പോകുമ്പോൾ തന്നെ സീറ്റ് വെന്റിലേഷൻ വരുന്നില്ല. ഇപ്പോൾ പുതിയതിലാണ് വരുന്നത്. പഴയ മോഡലാന്ന് വരത്തില്ല GT-ലും. അപ്പോൾ ഇത് മാനുവലാ? ഇത് മാനുവലാണ്. ടോപ്പ് ലൈൻ മാനുവൽ. 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിൾ. 42,000. ഓക്കെ, ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. യാതൊരു ക്ലെയിമും ഇല്ലാത്ത വണ്ടി. ഒന്നുമില്ല. സിംഗിൾ ഓണറിൽ പ്രോപ്പർ മെയിൻറ്റൈൻഡ് ആയ ഒരു വാഹനമാണ്. ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതെ, മാനുവലില് ഒരു 11-15 റേഞ്ച് ഏകദേശം 11-12 കിലോമീറ്റർ 15 അതിന്റെ ഇടയിൽ കിട്ടും. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി നടക്കാവ് ഷോറൂമിലേക്കായിരുന്നു നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 10 lakhs അബോ ചോദിക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഷമീർ ഖാന്റെ ഉപ്പന്റെ നിർബന്ധമാണ് ഇത് ഈ ഷോറൂമിൽ ഓഫർ പ്രൈസ് ആയിട്ട് 10 lakhs ബിലോ തന്നെ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഓഫറായിട്ട് ഫൈനൽ പ്രൈസ് ആയിട്ട് നമുക്ക് 9,95,000 കൊടുക്കാം. 9,95,000 2022 ടോപ്പ് ലൈൻ മാനുവൽ പെട്രോൾ ഈ ഒരു ടൈഗൂൺ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ എത്ര കയറും? ഫുൾ ലോൺ കയറും. ഫുൾ ലോൺ തന്നെ. ഫുൾ ലോൺ കയറും. പുതിയ വണ്ടിക്ക് ഏകദേശം 17 ലക്ഷം രൂപ വരുന്നുണ്ട്. 17 ലക്ഷം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളും. പുതിയ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കാം, നോക്കിയിട്ട് അത്രയും മാറ്റം വരുന്നുണ്ട്. അതെ, അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ അടുത്ത വാഹനം കിയ സോണറ്റ്. ഒരു ബ്ലാക്ക് കളർ സോണറ്റ് ആണ്. അതെ, ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇത് ഡീസലാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ, നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. അതെ, ഒരു 16-17 ലോങ്ങിൽ ഒരു 16-17 കിലോമീറ്റർ മൈലേജും കിട്ടും. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2021 മോഡൽ HTK പ്ലസ് എന്ന് പറയുന്ന വേരിയന്റ് ആണ്. 58,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. HTK പ്ലസിൽ ഇപ്പോൾ HTK പ്ലസിൽ വണ്ടി ഇറങ്ങുന്നില്ല. ഡീസൽ വരുന്നില്ല അല്ലേ? ഇപ്പോൾ HDX-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. HDX ഇതിന്റെ മുകളിലത്തെ ഓപ്ഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡീസലിൽ. അതിനിപ്പോൾ ഓൺ റോഡ് 14 ലക്ഷം രൂപ വരുന്നുണ്ട്. 14 ലക്ഷം ഓൺ റോഡ്. HTX ഡീസലിന് വരുന്നുണ്ട് ഓൺ റോഡ് ഇപ്പോഴത്തെ റേറ്റ്. ഇത് അന്നിറങ്ങുമ്പോൾ തന്നെ ഒരു 12.5 റേഞ്ചിൽ റേറ്റ് ഏകദേശം അന്നത്തെ വില ഉണ്ട്. ഓക്കെ, 21 മോഡൽ. കിലോമീറ്റർ ഓണർഷിപ്പ് 58,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വെഹിക്കിളാണ്. സിംഗിൾ ഓണർഷിപ്പ്. ഇതും പ്രോപ്പർ സർവീസ് ഉണ്ടാവുമല്ലോ. ഫുൾ കമ്പനി ഹിസ്റ്ററിലുള്ള വണ്ടിയാണ്. ആക്സിഡന്റോ റീപ്ലേസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, HTK എന്ന് പറയുമ്പോൾ ഇതിൽ സൺറൂഫ് അലോയ്സ് അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും HTK പ്ലസ് ആണ്. HTK പ്ലസ് സൺറൂഫ് അലോയ്സ് ഒന്നും ഉണ്ടാവില്ല. ബാക്കിയുള്ള ബേസിക് നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. ഒരു ക്ലെയിമല്ലോ? യാതൊരു ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു ക്ലെയിം വാഹനമാണ്. ഇതിപ്പോ എത്ര കൊടുക്കാം നമുക്ക് ഓഫർ പ്രൈസിൽ 9,35,000 ഫൈനൽ കൊടുക്കാം. 9,35,000 ഒരു ഡീസൽ ഓട്ടോമാറ്റിക് സോണറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 8.25 വരെയൊക്കെ ലോൺ ചെയ്യാൻ. 8.25 ലക്ഷം വരെ ലോണും കിട്ടും. മാക്സിമം ലോൺ സൗകര്യം കിട്ടുന്നുണ്ട്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. മൈലേജിൽ കാല് കഴിക്കാണ്ട് ഒരു വണ്ടി കൊണ്ടുപോകുന്നുണ്ട് എടുക്കാം. ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. 80 ആണ് വരിക. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു MPV സെഗ്മെന്റ് വാഹനമാണ്. മാരുതി സുസുക്കിയുടെ XL6 6 സീറ്റർ. നിങ്ങളൊരു എർട്ടിക നോക്കുന്നുണ്ടെങ്കിലും പരിഗണിക്കാൻ പറ്റിയ വണ്ടിയാണ്. ഓക്കെ, ഇതെവിടെയാ രജിസ്ട്രേഷൻ വരുന്നത്? KL കട്ടായി പോയി. പോട്ടെ, ഏതാ മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2020 മോഡൽ. അതായത് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ്റെ തൊട്ട് താഴെയുള്ള ഓപ്ഷനാണ്. അൽഫയുടെ തൊട്ട് താഴെയുള്ള സീറ്റ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. മിക്ക എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനമാണ്. ഓൾമോസ്റ്റ് അതായത് അലോയ്സ് കാര്യങ്ങളെല്ലാം, അലോയ്സ്, റിവേഴ്സ് ക്യാമറ, സെൻസർ എല്ലാം വരുന്നത്. പുഷ് ബട്ടൺ അടക്കം വരുന്നതാണ്. എല്ലാം വരുന്നുണ്ട്. ഓക്കെ,
ഓട്ടോ എത്ര പോയി? 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ഓട്ടോമാറ്റിക് ആണോ? പെട്രോൾ മാനുവൽ. സ്മാർട്ട് ഹൈബ്രിഡ് ആണ് വണ്ടി. സ്മാർട്ട് ഹൈബ്രിഡ്, അതായത് മിഡിൽ റേഞ്ച് കിട്ടും. അതായത് 14-15 ഒക്കെ ഏകദേശം ഒരു 14 കിലോമീറ്റർ മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. മൈലേജ് ലോങ്ങിൽ എക്സ്പെക്ട് ചെയ്യാം. അതെ അതെ അതെ. ഓക്കെ, 20 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ, സെക്കൻഡ് ഓണർഷിപ്പിലാണ്. നമ്മൾ റിലേറ്റീവ് യൂസ് ചെയ്ത വണ്ടി തന്നെയാണ്. അത് ശരി. അതെ, സർവീസ് മെയിൻറ്റെയിൻ പ്രോപ്പർ കമ്പനി സർവീസ് ആണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ വണ്ടിയുടെ. അതായത് വലിയ മെയിൻ്റെനൻസ് ആയിട്ട് പേടിക്കാണ്ട് ഒരു MPV കൊണ്ട് നടക്കാൻ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. അതെ. ഓക്കെ, ഇതിപ്പോൾ എത്രയാണ് ചോദിക്കുന്നതിന്? നമുക്ക് ഫൈനലായിട്ട് 8,10,000 രൂപക്ക് നെറ്റ് പ്രൈസിൽ കൊടുക്കാം. 8,10 ഈ ഒരു 2020 മോഡൽ XL6 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു MPV സെഗ്മെന്റ് ആണ്. അപ്പോൾ താല്പര്യമുള്ളവരുടെ എന്തായാലും വിളിച്ചോളൂ. ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. ടോപ്പിലേക്ക് പോകുമ്പോൾ ചെറിയൊന്നും മാറ്റേ വരുന്നുള്ളൂ. ഇപ്പോൾ പുതിയ വണ്ടിക്ക് 14 ലക്ഷം രൂപ ഓൺ റോഡ് വരുന്നുണ്ട്. പുതിയ ഷേപ്പിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നുണ്ട്. ഷേപ്പിൽ ചെറിയ മാറ്റമുണ്ട്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വിളിക്കാം. ലോൺ ഒരു 7.5 ലക്ഷം രൂപ വരെ ലോണും കിട്ടും. 7.5 വരെ. അടുത്തത് കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ്. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനം. മഹീന്ദ്ര XUV 300. ഏത് ഓപ്ഷൻ ഇത്? ഇത് W8 എന്ന് പറഞ്ഞ ടോപ്പ് ഓപ്ഷനാണ്. ഇതിന് മേലെ ഓപ്ഷനിൽ എന്ന് പറഞ്ഞൊന്ന് വരുന്നുണ്ട്. അതിന് തൊട്ട് താഴെ W8 എന്ന് പറഞ്ഞ ടോപ്പ് ഓപ്ഷനാണ്. അതിലേക്ക് പോകുമ്പോൾ എയർ ബാഗിന് എണ്ണം കൂടും. അതിന് സൺറൂഫിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. ഇത് സൺറൂഫ് വരില്ല, സൺറൂഫ് ഉണ്ടാവും. ആ രണ്ട് ഫീച്ചേഴ്സ് ആണ് മാറുന്നത്. അതെ അതെ, ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അലോയ് വീൽ ആണെങ്കിലും പിന്നെ ഇൻഫോർടൈൻമെന്റ് ആണെങ്കിലും റിവേഴ്സ് ക്യാമറ, സെൻസർ, എല്ലാ സെൻസേഴ്സും വരുന്നുണ്ട്. ഏതാ മോഡൽ? 2021 മോഡൽ. 21 സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വെഹിക്കിളാണ്. ഒരു 58,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 58,000. അതെ അതെ. പെട്രോൾ ഡീസലോ? ഡീസൽ മാനുവൽ വണ്ടിയാണ്. ഡീസൽ മാനുവൽ. നല്ല മൈലേജ് ലോ കിലോമീറ്റർ തന്നെയാണ് ഡീസലിനെ വെച്ച് നോക്കുമ്പോൾ. അത്യാവശ്യം മൈലേജ് കിട്ടും. 18-19 റേഞ്ച്, 18-19 കിലോമീറ്റർ മൈലേജ് ഒരു വാഹനമാണ്. ഓക്കെ, വേറെ ക്ലെയിം ഒന്നുമില്ലല്ലോ? നമുക്ക് എക്സ്ചേഞ്ച് വന്ന വെഹിക്കിളാണ് ഇത്. കസ്റ്റമർ കയ്യിൽ നിന്ന് ഒരു പാർക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് ബാക്ക് തട്ടിയിട്ട് ബാക്ക് ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്, വേറെ ഒന്നുമില്ല. ഗ്ലാസ് മാത്രം, ഡിക്കി ഒന്നും റീപ്ലേസ് ഇല്ല. ഓക്കെ, എക്സ്ചേഞ്ചിൽ വന്നതാണ്. എക്സ്ചേഞ്ച് കൊടുക്കാം കേട്ടോ, നിങ്ങളുടെ വണ്ടികൾ എക്സ്ചേഞ്ച് കൊടുക്കാം. ഓക്കെ, എക്സ്ചേഞ്ച് ബൈക്ക് എടുക്കൂലല്ലോ? ബൈക്ക് എടുക്കില്ല നമ്മള്. അതെ, കാർ മാത്രം. അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താണ്. ബൈക്കുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ എത്ര ഇനിയിപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് ഫൈനലായിട്ടൊരു 7,10,000 കൊടുക്കാം. 7,10 അല്ലേ? 2021 മോഡലുണ്ട്. 21 മോഡൽ 58,000 കിലോമീറ്റർ ഓടിയ W8 ഡീസൽ വാഹനമാണ്. ലോ കിലോമീറ്റർ ആണ് ഓടിയത്. ആ ഒരു വർഷം സംബന്ധിച്ച് സിംഗിൾ ഓണർഷിപ്പിൽ. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിക്കാം. ഒരു 6-6.5 ലോൺ കയറും. സുഖമായിട്ട് വരും. 6-6 ലക്ഷം രൂപ എന്തായാലും ലോൺ കിട്ടും. ഓക്കെ, അടുത്തൊരു ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ എന്ന് പറയാൻ പറ്റിയ ഒരു ഗ്ലാൻസയാണ്. അതെ, അതിന്റെ ഡീറ്റെയിൽ മിൻഹാജ് നമുക്ക് പറഞ്ഞു. എന്തുകൊണ്ടാണ്? 2024 മോഡൽ 25 രജിസ്ട്രേഷനുള്ള വെഹിക്കിളാണ്. ഓക്കെ, ഈ വർഷം രജിസ്റ്റർ ചെയ്തത്. അത്രയും ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ. ഒരു 3,500 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. 3,500 കിലോമീറ്റർ മാത്രമേ. ഏറ്റവും ടോപ്പ് ഓപ്ഷൻ V എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്. ഓക്കെ, ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് വരിക. ഏറ്റവും ടോപ്പിന്റെ വാഹനം. 2025 രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 28 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കായിരിക്കും. അതെ, 28 വരെ കമ്പനി വാറണ്ടിയിൽ തന്നെ നിൽക്കുകയാണ്. 3,500 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 360 ക്യാമറയും അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വെഹിക്കിളാണ്. എല്ലാം ഉണ്ട്. ഏറ്റവും ടോപ്പ് ഓപ്ഷനാണ്. അതെ ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഒരു ക്ലെയിം ഇല്ലാത്ത ഒരു അടിപൊളി വണ്ടിയാണ്. പുതിയ വണ്ടി എടുക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലോണൊക്കെ ഇട്ടിട്ട്, ഞാൻ പുതിയ വണ്ടീൻ്റെ ലോണിനെ പറ്റി ഒന്ന് അന്വേഷിച്ചു. വെറുതെ ഒരു പുതിയ വണ്ടി നോക്കാൻ പോകുന്ന രീതിയിൽ പോയിട്ട് അന്വേഷിച്ചു. പലരും പറയുന്ന 7%, 6% ലോൺ കിട്ടുന്നുണ്ട്. ഞാൻ ചോദിച്ചാൽ 2 ഷോറൂമിൽ ഞാൻ പോയിട്ട് പുതിയ വണ്ടീനെ പറ്റി അന്വേഷിച്ചു. 9%, 10% ഒക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഞാനത് തർക്കിക്കല്ല, നിങ്ങൾ ക്ലാരിഫൈ ചെയ്തോ. നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മളിവിടെ പേ ഔട്ടോ കമ്മീഷൻ ഒന്നും വാങ്ങിക്കുന്നില്ല. അതുകൂടെ കസ്റ്റമർക്ക് കുറച്ച് കൊടുക്കാനാണ് നമ്മൾ ആവശ്യപ്പെടാറ്. അതെ, ഷമീർക്ക് ആദ്യം പറയുന്നതാണ്. അതെ, ഷമീർ ഖാൻ്റെ പോളിസിയാണത്. അതെ, അപ്പോൾ ഇത് നമുക്കിപ്പോൾ എത്ര കൊടുക്കാം? ഇത് നമുക്ക് ഫൈനൽ ഒരു 9,75,000 കൊടുക്കാം. 9,75. പുതിയ വണ്ടിക്ക് ഏകദേശം 11.15 ലക്ഷം രൂപ വരുന്നുണ്ട്. പുതിയ വണ്ടി നോക്കുന്നവർക്ക് പറ്റിയ ഒരു ചോയ്സ് ആയിരിക്കും. തീർച്ചയായും അത്രയും മാറ്റം ഇപ്പോൾ വന്നു കഴിഞ്ഞു. ചെറിയൊരു 3,500 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിക്കാം. ലോണും ഒരു മാക്സിമം കിട്ടൂലേ? ലോൺ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. 90% ലോൺ ചെയ്ത് കൊടുക്കാം. അടുത്തത് ഇപ്പോൾ ഇറങ്ങാത്തൊരു ഐറ്റമാണ്. അതെ, സ്കോഡ റാപ്പിഡ് ആണ്. ഡീസൽ ആയത്? ഡീസൽ മാനുവലാണ് വരുന്നത്. ഡീസൽ മാനുവൽ അല്ലേ? ഓക്കെ, 1.5. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് ആംബിഷൻ എന്ന് പറഞ്ഞൊരു വേരിയന്റ് ആണ്. ആക്റ്റീവിന് തൊട്ട് മേലെ വരുന്ന മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്ന ഒരു വേരിയന്റ് ആണ്. 82,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത് നമുക്ക് എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ്. എക്സ്ചേഞ്ചിലാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് വണ്ടി നിൽക്കുന്നത്. ഏതാ മോഡൽ? ഇത് 2017.
17 മോഡൽ ആംബിഷൻ എക്സ്ചേഞ്ചറൊന്നും. അതെ. ഈ ഹെഡ്ലൈറ്റിൽ കുറച്ച് മങ്ങിച്ച സ്ക്രാച്ച് വന്നിട്ടുണ്ട്. നമ്മൾ പുതിയ ഹെഡ്ലൈറ്റിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. വീഡിയോ എടുക്കുന്ന സമയത്ത് ഹെഡ്ലൈറ്റ് എത്തിയിട്ടില്ല. എന്നാൽ കസ്റ്റമർ കൊടുക്കുമ്പോൾ നമ്മൾ പുതിയ ഹെഡ്ലൈറ്റ് ഇട്ടായിരിക്കും കൊടുക്കുക. ഹെഡ്ലൈറ്റ് വന്നാൽ തന്നെ വണ്ടി ലുക്ക് ലുക്കായി പോകും. അതെ. ഏകദേശം നമുക്കൊരു 15-16 കിലോമീറ്റർ വരെ മൈലേജും എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ വെഹിക്കിൾ. ഡീസലാണല്ലോ. 16 അല്ല, അതിന്റെ മേലെ തന്നെ കിട്ടും. കുറച്ച് പറഞ്ഞാണ്. അതിന്റെ മേലെ കിട്ടും. 1.5 ഡീസൽ തന്നെയാണ്. ഓക്കെ. വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ് ഒന്നും വരുന്നില്ല. ഒന്നുമില്ല. എല്ലാം വർക്കിംഗ് അല്ല? എല്ലാ ഫംഗ്ഷൻസും വർക്കിംഗ് ആണ്. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മളിപ്പോൾ ഓഫർ പ്രൈസ് ആയിട്ട് 5,10,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. 5,10,000 2017 റാപ്പിഡ് നിങ്ങൾക്ക് ആംബിഷനാണ്. ഡീസൽ വണ്ടിയാണ്, പെട്രോൾ അല്ല, ഡീസൽ വണ്ടി. 1 lakhന് താഴെ ഓടിയിട്ടുള്ളൂ. സർവീസ് ഒക്കെ പ്രോപ്പർ പോയല്ലോ? സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ്. ഫുൾ ലോണും കയറൂല? ഏകദേശം ഫുൾ ലോൺ കയറും വണ്ടിക്ക്. ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് സെഡാൻ വേണമെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടിയെടുക്കാം. അതെ. ഇപ്പൊ ഇറങ്ങുന്ന സ്ലാബി ആയിക്കോട്ടെ, അതിനകത്ത് ഒരു ചിലപ്പോൾ ഈ പവർ കിട്ടണമെന്നില്ല. ഓക്കെ. അപ്പോൾ താല്പര്യം മാത്രമല്ല മൈലേജും. അതെ, മൈലേജും രണ്ടും ഉണ്ട്. അടുത്ത വണ്ടിയിൽ ചെറിയ സെഗ്മെന്റ് ഓട്ടോമാറ്റിക് നോക്കുന്നുണ്ടെങ്കിൽ ചെറിയ സെഗ്മെന്റ് ഒരു കോമ്പാക്ട് SUV നിസാൻ മാഗ്നൈറ്റ് KL13 കണ്ണൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ വരുന്നത്? ഇത് 2022 മോഡൽ XV പ്രീമിയം എന്ന് പറഞ്ഞ ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ്. ഇപ്പോൾ ഇറങ്ങുന്നില്ല, കുറച്ച് മുന്നേ നിർത്തിയ വേരിയന്റ് ആണ്. അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 13 ലക്ഷം രൂപയുടെ മേലെ വരുന്നുണ്ട് ഓൺ റോഡ്. അന്ന് ഇറങ്ങുന്നല്ലേ? അതെ. CVT ഗിയർ ബോക്സിൽ വരുന്ന വെഹിക്കിളാണത്. പുഷ് ബട്ടൺ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ് XV. ഇത് ചാർജിങ് അടക്കം വരുന്നുണ്ട്. നമുക്ക് പേഴ്സണലി ഞാൻ ഇത് ഓടിച്ചിട്ടുണ്ട്. ഒരു ലോങ് ഡ്രൈവ് കോയമ്പത്തൂർ എയർപോർട്ട് വരെ ഓടിച്ചു പോയതാണ്. അന്ന് ഞാൻ കറക്റ്റ് മൈലേജ് ഒക്കെ ആയിട്ട് എനിക്ക് 13 കിട്ടിയിട്ടുണ്ട്. 13 കിലോമീറ്റർ മൈലേജ് കിട്ടിയിട്ടുണ്ട്. CVTക്ക് 13 കിട്ടിയിട്ടുണ്ട്. ഡോക്ടർ യൂസ്ഡ് വെഹിക്കിളും കൂടിയാണ് അത് നമ്മൾ ഒഴിവാക്കിയ വണ്ടേ. ശരിക്കും ഡോക്ടർ യൂസ്ഡ് വെഹിക്കിളാണ്. ഓക്കെ. അപ്പോൾ വേറെ ക്ലെയിം ഒന്നുമില്ല അല്ലേ? വേറെ ക്ലെയിമോ ആക്സിഡന്റ് ഒന്നുമില്ല. ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓട്ടോ എത്ര പറഞ്ഞത്? വെറും 36,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 36,000. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് ഫൈനലായിട്ട് ഒരു 8,20,000 രൂപ കൊടുക്കാം. 8,20,000 2022 മോഡൽ. അന്ന് 13 ലക്ഷത്തിന് മേലെ വില വന്ന വണ്ടിയാണ്. ഓട്ടോമാറ്റിക് വാഹനം. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും കോൺടാക്ട് ചെയ്യാം. സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുകയാണ്. ഇത് ഏകദേശം നമുക്ക് ഫുൾ ലോൺ തന്നെ കിട്ടും. ഫുൾ ലോൺ കിട്ടും. ഓക്കെ. അപ്പോൾ എന്തായാലും വിളിച്ചോളൂ. അടുത്ത വണ്ടിയിൽ അങ്ങനെ വീണ്ടും നമ്മൾ ചെറിയ സെഗ്മെന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. വാഗണറാണ് അടുത്ത വാഹനം. പഴയ ഷേപ്പ്. ഇപ്പോഴത്തെ തൊട്ട് മുന്നത്തെ ഷേപ്പ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2018 മോഡൽ 19 രജിസ്ട്രേഷൻ വരുന്ന വെഹിക്കിളാണ്. 33,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. 33,000 മാത്രം ഓടിയ കമ്പനി ഹിസ്റ്ററി ഉള്ള വെഹിക്കിളാണ്. ഫുൾ സർവീസ് ഫുൾ ഹിസ്റ്ററി ഉള്ള. ഒരു ക്ലെയിമില്ല. യാതൊരു ക്ലെയിമും ഇല്ലാത്ത വണ്ടി. VXI ആണല്ലേ? VXI. ഇന്റീരിയർ ഭാഗത്തേക്ക് സീറ്റ് കവർ, ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഡാഷ് ക്യാം കാണുന്നുണ്ട്. വർക്കിംഗ് ആണോ? ഡാഷ് ക്യാം അത് കണക്ട് ചെയ്തിട്ടില്ല. അത് വർക്കിംഗ് അല്ല. ഓക്കെ. അത് വർക്ക് ചെയ്യുമെന്ന് അറിഞ്ഞൂടല്ലേ? ചെയ്ത് നോക്കിയിട്ടില്ല. ഡാഷ് ക്യാം ഉണ്ട്, റിവേഴ്സ് ക്യാം ഉണ്ട്. ഓക്കെ. VXI വേരിയന്റ് ആണ്. ഏത് ഓട്ടോമാറ്റിക്കാ? ഓട്ടോമാറ്റിക് ആണ്. VXI ഓട്ടോമാറ്റിക് വാഗണറാണ്. 18 മോഡൽ 19 രജിസ്ട്രേഷൻ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു ക്ലെയിമും ഇല്ലാത്ത വാഹനം. ഇത് നമുക്ക് എത്ര കൊടുക്കാം? നമുക്ക് ഡീലർ പ്രൈസിന് കൊടുക്കാം. ഓഫർ പ്രൈസിന് കൊടുക്കാം. 3,90,000 കൊടുക്കാം. 3,90,000 2018 മോഡൽ 19 രജിസ്ട്രേഷൻ VXI ഓട്ടോമാറ്റിക് വാഗണർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 38,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ്. അപ്പോൾ സർവീസ് ഒക്കെ പക്ക ഉണ്ട്. സർവീസ് ഒക്കെ പക്ക സർവീസ്. ഓക്കെ. മൈലേജും ഉണ്ടാവും. ഒരു 13-16 റേഞ്ച് ഏകദേശം മൈലേജ് എന്തായാലും കിട്ടും. ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ്. മാനുവലാണ് 17 വരെ കിട്ടും. 17 വരെ കിട്ടും. ഓക്കെ. ലോൺ ഫുള്ളും കയറും അല്ലേ? ഫുൾ ലോൺ കയറും. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് Audi A6 ആണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവനെന്താ ഇവിടെ കാര്യം കാര്യമുണ്ടല്ലേ? താഴെ നമുക്ക് കൊടുക്കാം. അതെ. അത് ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വാഹനം. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2014 മോഡൽ. വെറും 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള തേർഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വെഹിക്കിളാണിത്. പ്രോപ്പർ സർവീസിന്റെ പ്രോപ്പർ സർവീസ് ആണ്. കമ്പനിയുടെ പുറത്തുനിന്നാണ് സർവീസ്. 80,000 വരെ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ബാക്കി പുറത്തുനിന്നാണ് സർവീസ് ചെയ്തിട്ടുള്ളത്. 5 ലക്ഷത്തിന്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സിന്റെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. RX6ന്റെ ബോഡി കിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഫുള്ള് ഇതിന്റെ ലിസ്റ്റാണ്. ഫിറ്റിംഗ്സ് ചെയ്തതിന്റെ ലിസ്റ്റാണ്. അതിന്റെ സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുന്ന സമയത്ത് തായ്വാൻ ഇമ്പോർട്ട് ചെയ്ത സൈഡ് മിറർ ഒക്കെ ഉണ്ട്. എന്റെ ഫ്രണ്ട് യൂസ് ചെയ്ത വണ്ടിയാണ്. അതെ. ചെറിയ വർക്കുകളുണ്ട്. ചെറിയ ഇപ്പൊ വണ്ടി ഇപ്പൊ വന്ന് കയറിയിട്ടേ ഉള്ളൂ. ഏകദേശം ചെറിയ പെയിന്റിംഗ് വർക്ക് ഉണ്ട്, ടച്ചപ്പ് വർക്ക് ചെയ്യാനുണ്ട് വണ്ടിയിൽ. അതെ. മേജർ ആയിട്ടുള്ള പണിയൊന്നുമില്ലല്ലോ? മേജർ ആയിട്ടൊന്നുമില്ല. ബാക്കിലെ റിയർ ബമ്പറും ഡിക്കും റീപ്ലേസ് ഉണ്ട്. കമ്പനി കമ്പനി ഹിസ്റ്ററി ഉള്ളതാണ്. ഓക്കെ. ഒറിജിനൽ കേരള വണ്ടി 2014 A6 ആണ്. കൊണ്ടു നടക്കും. വില കേട്ടിട്ട് എടുത്തോണ്ട് പോരുത്. കൊണ്ടു നടക്കാൻ കുറച്ച് പ്രയാസമാണ്. അത്രയും ഒരു പ്രീമിയം കാറ്റഗറി വരുന്നതാണ്. എത്രയാണ് ഇപ്പൊ ചോദിക്കുന്നത്? നമുക്ക് പുതിയ ഷോറൂം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു ഓഫർ പ്രൈസ് തന്നെ കൊടുക്കാം. 9,90,000 കൊടുക്കാം. 9,90,000 ഫൈനൽ റേറ്റ് ആണ്. ഒറിജിനൽ കേരള A6 നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2014 മോഡൽ. അപ്പോൾ ലോണ് ചാൻസ് ഉണ്ടോ ഇതിൽ? ലോൺ എന്ന് പറഞ്ഞാൽ ലോൺ കിട്ടും. നമുക്ക് ബാങ്കിൽ ലോൺ കിട്ടാൻ പ്രയാസമായിരിക്കും. സേഫ്റ്റി ഫിനാൻസ് കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. അങ്ങനത്തെ ഫിനാൻസുകൾ നോക്കേണ്ടി വരും. അതെ.
അപ്പോൾ താല്പര്യം ഉണ്ട് എന്തായാലും വിളിച്ചോളൂ. ഒറിജിനൽ കേരളയാണ്, റീവണ്ടി ഒന്നുമല്ല. അടുത്ത വണ്ടി റെനോ ക്വിഡ് ആണ് അടുത്ത വാഹനം. ക്വിഡിന്റെ ഫേസ് ലിഫ്റ്റ് വന്ന വണ്ടികളാ? അതെ അതെ, 2020 മോഡലുണ്ട്. എങ്ങനെയാ ഡീറ്റെയിൽ? 2020 മോഡൽ RXL എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. മിഡിൽ ഓപ്ഷൻ ആണ്. മിഡിൽ ഓപ്ഷൻ ആണ്. മാനുവലോ? മാനുവൽ ഗിയർ ബോക്സ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. 1 ലിറ്റർ. ഓക്കെ, 2020 1 ലിറ്റർ മാനുവൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. കിലോമീറ്റർ 58,000 കിലോമീറ്റർ. ഓക്കെ, റീപ്ലേസ്മെന്റോ ആക്സിഡന്റ് ഒന്നും തന്നെ ഇല്ല. ഫുൾ കമ്പനി ഹിസ്റ്ററിലുള്ള വണ്ടിയാണ്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് ഓഫർ പ്രൈസിൽ 295 കൊടുക്കാം. 2,95,000 രൂപയ്ക്ക് 2020 RXL ക്വിഡ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 1000 cc വാഹനമാണ്. മാനുവൽ. ഫുൾ ലോൺ കയറും? ഫുൾ ലോൺ കയറും. ഏകദേശം 2.25 ലക്ഷം വരെ ലോൺ കയറും. ഒരു ചെറിയ എമൗണ്ട്, ഒരു 90%. അല്ലേ? ചെറിയ എമൗണ്ട് കണ്ട ഇറക്കി കൊണ്ടുപോകാം. അതെ. അപ്പോൾ ഇപ്പൊ 5 ലക്ഷത്തിന്റെ താഴെ തന്നെ നമ്മൾ 3-4 വണ്ടി കാണിച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക് വണ്ടികളും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. അടുത്ത വണ്ടി അടുത്ത ടിയാഗോ NRG, ഒരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് ഇറങ്ങിയ വാഹനമാണ്. ടിയാഗോയില് സൈഡില് കുറച്ച് ക്ലാഡിങ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതേപോലെ റൂഫ് റെയിൽ, ഡുവൽ ടോണ് ഇതൊക്കെ വരുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് ഒരു സ്പെഷ്യൽ എഡിഷൻ 2021 മോഡൽ XZA പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഇടുന്ന വെഹിക്കിളാണ്. ഓട്ടോമാറ്റിക് AMT ആണ് ഏറ്റവും ടോപ്പ് ഉണ്ട്. ഓക്കെ, 2021 കിലോമീറ്റർ 45,000 കിലോമീറ്റർ മാത്രം ഓടിക്കും. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി. ഓക്കെ, മേജർ ക്ലെയിം എന്തെങ്കിലും ഇല്ല. മേജർ ആയിട്ട് ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. ഒരു ഡോർ റീപ്ലേസ് ഉണ്ട്. അത് ഗ്ലാസോ കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല. ഒരു ഡോർ മാത്രം അവർ ക്ലെയിം ചെയ്താണ്. കമ്പനി തന്നെ ക്ലെയിം ചെയ്താണ്. ഓക്കെ, മൈലേജ് ഓട്ടോമാറ്റിക് ആണ്. ഒരു 13-16 ആ റേഞ്ച്, ഏകദേശം 13-14 റേഞ്ചിലാണ് അതിൻ്റെ ഒരു മൈലേജ് ഉണ്ടാവും, ഓട്ടോമാറ്റിക് ആയതുകൊണ്ട്. ഓക്കെ, എത്ര ഇനിയിപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് ഫൈനലിൽ ഒരു 4,95,000 രൂപ കൊടുക്കാം. 2021 XZA പ്ലസ് ഏറ്റവും ടോപ്പ് വാഹനം ഓട്ടോമാറ്റിക് 4,95. ഓക്കെ, ഒരു 4 വരെ ലോൺ കയറും? അതെ, സുഖമായിട്ട് കയറും. 4.25 വരെ ലോൺ കിട്ടും. അടുത്ത വണ്ടി നമ്മൾ നേരത്തെ മാഗ്നൈറ്റ് ഓട്ടോമാറ്റിക് കണ്ടു. അതിന്റെ സെയിം സാധനം തന്നെ റിനോയിലേക്ക് വരുമ്പോൾ കൈഗർ. ഇത് മാനുവൽ ട്രാൻസ്മിഷൻ. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021-22 രജിസ്ട്രേഷൻ, 21 മോഡൽ 22 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഇത് RXT ആണ്. അതായത് ഏറ്റവും ഫുൾ ഓപ്ഷൻ്റെ നേരെ താഴെയുള്ള ഓപ്ഷനാണ് RXT. ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് അലോയ് വരുന്നുണ്ടാവില്ല. ബാക്കി 360 ബേസിക് ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. അതെ, ഓക്കെ. 51,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വാഹനം. ഫുൾ കമ്പനി സർവീസ് പോയ വാഹനമാണ്. ഇതിന് ഏകദേശം ഒരു 15 വരെയൊക്കെ ലോങ്ങിന് മൈലേജ് കിട്ടും. കാരണം മാനുവൽ ആണ്. നേരത്തെ ഓട്ടോമാറ്റിക് CVT പറഞ്ഞുകൊണ്ടാണ്. ടർബോ അല്ല, 1 ലിറ്റർ ടർബോ അല്ല, നോൺ ടർബോ ആണ്. അപ്പോൾ മൈലേജ് കിട്ടും 15-16 വരെ. 15-16 വരെ മൈലേജ് കിട്ടും. ക്വിഡ് 1000 cc വണ്ടിയൊക്കെ ഇല്ല, അതേപോലെ തന്നെ ഏകദേശം കിട്ടുന്നതാണ്. ഓക്കെ, ഇതിന് കുറച്ചും കൂടി വെയിറ്റ് കൂടുന്നേ ഉള്ളൂ. അപ്പോൾ എത്ര ഇനിയിപ്പോൾ ചോദിക്കുന്നത്? നമ്മളിപ്പോൾ ഓഫറായിട്ട് 4,95,000 രൂപ കൊടുക്കാം. 4,95,000 2022 മോഡൽ RXT കൈഗർ മാനുവൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ കമ്പനി സർവീസ് പോയ വാഹനമാണ്. അപ്പോൾ ഇതും 5 ലക്ഷത്തിന് താഴെ വന്നു അല്ലേ? അതെ അതെ, ഇതും ഫുൾ ലോൺ അവൈലബിൾ ആണ്. ഫുൾ ലോൺ കിട്ടും. 5 ലക്ഷത്തിന് താഴെ ഇങ്ങനെ കുറേ വണ്ടികളുണ്ട്. അതെ. അടുത്ത വണ്ടി അടുത്തത് ഒരു ബ്ലൂ സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് നോക്കുന്നവരുണ്ടെങ്കിൽ വരാം അല്ലേ? ഇപ്പൊ ഇറങ്ങുന്നതിന്റെ തൊട്ട് മുന്നത്തെ ഷേപ്പാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡൽ VXI ഓട്ടോമാറ്റിക് ആണ്. മിഡിൽ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വാഹനം. AMT. ഓക്കെ, ഓട്ടോ എത്ര പോയി? ഓട്ടം 48,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 3 വർഷം കൊണ്ട്. അതെ, KL 33 ചങ്ങനാശ്ശേരി രജിസ്ട്രേഷൻ വരുന്നതാണ്. ചങ്ങനാശ്ശേരി രജിസ്ട്രേഷൻ. ഒരു ക്ലെയിം ഇല്ലല്ലോ? ഇല്ല, ക്ലെയിം മേജർ ക്ലെയിം ഒന്നുമില്ല. ഇതിലിപ്പോൾ ഞാൻ തന്നെയാണ് വണ്ടി എടുത്ത് കൊണ്ടുവന്നത്. ചങ്ങനാശ്ശേരി ഒരു ടീച്ചറായി വണ്ടി എടുത്താണ്, ഒരു മാഷിൻ്റെ നിന്ന്. അപ്പോൾ വരുന്ന വഴിക്ക് ഹൈവേ കയറിയപ്പോൾ ഒരു കല്ലടിച്ചിട്ട് മെയിൻ ഗ്ലാസിന് ചെറിയൊരു പാടുണ്ട്. കല്ലടിച്ചൊരു ഇത് മാത്രം. അത് മേജർ ആയിട്ടുള്ള റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഒന്നുമില്ല. അത് വളരെ മൈന്യൂട്ടാണ്. ഇതിൽ നമ്മൾ പറയുമ്പോൾ ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്യണമെന്നാണല്ലോ. ഓക്കെ, അപ്പോൾ 2022 VXI ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് എത്ര കൊടുക്കാം നമുക്ക് ഓഫറായിട്ട് ഒരു 6,75,000 കൊടുക്കാം. 6,75,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം. സ്വിഫ്റ്റിന്റെ പുതിയ വിലയായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ സ്വിഫ്റ്റിന്റെ മാർക്കറ്റ് മൊത്തം അങ്ങനെയാണ്. ഡിപ്രസേഷൻ വലിയ രീതിയിൽ സ്വിഫ്റ്റിന് വരാറില്ല. മാരുതി വണ്ടികൾക്ക് പൊതുവെ വരാറില്ല. ഓക്കെ, അപ്പോൾ ലോണ് ഒരു 6 ലക്ഷം കിട്ടും. 6 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും. ഓക്കെ, 75,000 രൂപ ഒക്കെ കണ്ടാൽ ഇറക്കി കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഓട്ടോമാറ്റിക് നല്ല രീതിയിലുള്ള മൈലേജും കിട്ടും. ഞാൻ ഓടിച്ചു വരുമ്പോൾ തന്നെ 22 കിലോമീറ്റർ മൈലേജ് കിട്ടിയിട്ടുണ്ട് ലോങ്ങിൽ. ഓക്കെ, അതെ. അപ്പോൾ അത്രയും മൈലേജ് 4 സിലിണ്ടറിലാണ്. ഇപ്പോൾ ഇറങ്ങുന്നത് 3 സിലിണ്ടർ. അതെ, 3 സിലിണ്ടറിലാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അടുത്ത വണ്ടിയിലേക്ക്. അങ്ങനെ നമ്മൾ അവസാനത്തെ വണ്ടിയിലേക്ക് എത്തി. അപ്പോൾ മിൻഹാജ് നേരെ മൈക്ക് ഷമീർക്ക് തന്നെ കൈമാറി അല്ലേ? ഓക്കെ, ഷമീർക്ക ഇതെങ്ങനെ ഡീറ്റെയിൽ? 2014 മോഡല് ടെറാനോ XV എന്ന് പറഞ്ഞ വേരിയന്റ് 110 വരുന്ന ടോപ്പ് എൻഡ്.
ടോപ്പ് എൻ്റെ ഡീസൽ. അതെ, ഓട്ടോമാറ്റിക്കാ മാനുവൽ വാഹനമാണ്. അതെ അതെ. ഓക്കെ, പെർഫോമൻസ് വൈസ് ഒക്കെ അടിപൊളിയായിരിക്കും. അതെ, അതിൻ്റെതായ മൈലേജ് കുറച്ച് ഷോർട്ട് ഉണ്ടാവില്ല, 85 അപേക്ഷിച്ചിട്ട് 85 കുറച്ചുണ്ട്, പക്ഷേ അതിന്റെ പെർഫോമൻസ് ഉണ്ടാവും. പെർഫോമൻസ് ഉണ്ടാവും. അതാ പറഞ്ഞത്. കിലോമീറ്റർ ഓടിക്കുന്നത് 84,000 കിലോമീറ്റർ ഓടിക്കുന്നത്, 84,000 പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടിയാണ്, മെയിൻറ്റെയിൻ ഉള്ള വണ്ടിയാണ്, റീപ്ലേസ്മെന്റ് ഇല്ല. അതേപോലെ തന്നെ ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര കൊടുക്കുക ഇതിപ്പോൾ നമുക്കിത് ലാസ്റ്റ് ഒരു 3,95,000 രൂപ കൊടുക്കാം. 3,95,000. ഏതായാലും മുകളിൽ 2014 110 PS ടോപ്പിന് വരുന്ന XV. 3,95,000 കിലോമീറ്റർ വൈസും കൂടെ നോക്കണം. അതെ, ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ആയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, കിലോമീറ്റർ വൈസ് എന്ന് വെച്ചാൽ ഈ വണ്ടിയൊക്കെ ചിലപ്പോൾ 1 lakhന് മുകളിൽ കൂടിയ വണ്ടികളാണ് ഒരുപാട്. ഈ മോഡലിൽ എന്ന് പറഞ്ഞാൽ 11 വർഷമായ വണ്ടിയല്ലേ? അതെ, തീർച്ചയായും. എങ്ങനെ പോയാലും 1 ലക്ഷത്തിന് മുകളിൽ പോയ വണ്ടികൾ അധികം കൂടുതലുണ്ടാവുള്ളൂ. അപ്പോൾ അത് ജെനുവിൻ സർവീസ് പോയ വണ്ടിയാണ്. 3,95,000 നിങ്ങൾക്ക് ഉണ്ടാവും. ലോൺ എത്ര കിട്ടും? എനിക്ക് തോന്നുന്നത് 3.25 വരെ ലോൺ കിട്ടും നമുക്ക്. നല്ല കസ്റ്റമറാണ്. 20,000 രൂപ ഉണ്ടാല് ഇറക്കി എന്താ പറയാ, അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാൻ നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും. അതിനു മുമ്പ് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. നമുക്ക് നല്ലൊരു ടൈലന്റ് പേര് സജസ്റ്റ് ചെയ്യാം. നമ്മളൊരു ചെറിയൊരു ഗിഫ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ അതിപ്പോൾ തന്നെ നിങ്ങൾ കമന്റ് ചെയ്ത് തുടങ്ങിയുള്ളൂ. നമുക്ക് അതിൽ നല്ലൊരു പേജ് തീരുമാനിക്കാം. ഇനി അങ്ങോട്ട് നിങ്ങൾ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം. എല്ലാ സപ്പോർട്ടും നമ്മളിവിടെ എത്തിയത്. ഒരിക്കൽ കൂടി നമ്മൾ പിന്നെയും നമ്മൾ നടക്കാവ് പുതിയ ഷോറൂമിലേക്ക് ഇവിടെ വന്നവരെയും വരുന്നവരെയും എല്ലാവരും അവിടെ കൂടി ഒന്ന് ക്ഷണിക്കുകയാണ്. എല്ലാവരും വരിക, സപ്പോർട്ട് ചെയ്യുക. അതെ, ആ ഷോറൂം കാണാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു.